Hello and welcome to a new video. In this video, we'll be discussing about Sanskritization. This comes under sociology in India. So, without much delay, let's get started. If you're new to this channel, then please do like, share, and subscribe, and press the bell icon for new video uploads. The concept of Sanskritization was first introduced by Professor M.N. Srinivas, the famous Indian sociologist. അപ്പോൾ ആദ്യമായി അദ്ദേഹമാണ് ഈ ഒരു സംസ്കൃതൈസേഷൻ എന്നൊരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അത് ആദ്യമായി ഡിസ്കസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബുക്ക് റിലീജിയൻ ആൻഡ് സൊസൈറ്റി അമംഗ് ദ കൂഗ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. സോ ദിസ് ടേം വാസ് ഫസ്റ്റ് ഡിസ്കസ്ഡ് ഇൻ ഹിസ് ബുക്ക് named Religion and Society Among the Cougs of South India to describe the cultural mobility in the traditional caste structure of Indian society. So in this book, he discussed about the traditional caste system in Indian society, and as an example, he chose to study the Coorg, it's a South Indian community, Coorg, people of Coorg, and he chose them as a study material. So in this book, it was first discussed about Sanskritization. In his study of the Cougs of Mysore, he came to know that the lower caste were trying to raise their status in their caste hierarchy by adopting some cultural ideals of the Brahmins. അപ്പം ഈ ഒരു സ്റ്റഡി നടത്തുന്ന സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് ലോവർ കാസ്റ്റിലെ ആളുകൾ അപ്പർ കാസ്റ്റ് എസ്പെഷ്യലി ബ്രാഹ്മിൻസ് ചെയ്യുന്നത് പോലെ അനുകരിക്കാൻ തുടങ്ങി. സോ ദാറ്റ് അവർക്കും അവരുടെ കാസ്റ്റ് ഹയറാർക്കിയിൽ മുകളിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ അവരെ അനുകരിക്കാൻ തുടങ്ങി. സോ ഈ ഒരു കോൺസെപ്റ്റ് ബേസിക് ഐഡിയനെയാണ് സംസ്കൃതൈസേഷൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. To explain this process of mobility, Srinivas used the term Brahmanization. Later on, he called it Sanskritization in a broad sense. അപ്പം ആദ്യം ഇതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്ത ടേം ബ്രാഹ്മണൈസേഷൻ ആയിരുന്നു. കാരണം ആളുകൾ ലോവർ കാസ്റ്റ് ആളുകൾ ബ്രാഹ്മിൻസിനെ കോപ്പി ചെയ്ത് അവരുടെ കുറേ രീതികളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ആ ഒരു ടേമിൽ ഡിഫൈൻ ചെയ്തു. പക്ഷേ ലേറ്റർ ഓൺ അദ്ദേഹത്തിന് മനസ്സിലായി ബ്രാഹ്മിൻസിനെ മാത്രമല്ല തന്നേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഏതൊരു കാസ്റ്റിനെയും അവർ അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത്. സോഷ്യൽ സ്റ്റേറ്റസിൽ മുന്നോട്ട് വരാൻ വേണ്ടി അനുകരിച്ചിരുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ബ്രാഹ്മിൻസിനെ മാത്രമല്ല, അവർക്ക് മുകളിലുള്ള 2 or 3 പടി മുകളിൽ നിൽക്കുന്ന കാസ്റ്റിനെയൊക്കെ അവർ അനുകരിക്കാൻ ശ്രമിച്ചിരുന്നു. സോ അതിനൊരു ജനറലൈസ് രൂപത്തിൽ അദ്ദേഹം സംസ്കൃതൈസേഷൻ എന്ന് ടേം യൂസ് ചെയ്തു റാദർ ദാൻ ബ്രാഹ്മണൈസേഷൻ. ഡിഫൈനിങ് സംസ്കൃതൈസേഷൻ, ശ്രീനിവാസ് റൈറ്റ്സ്. അപ്പോൾ ഇതൊരു ഡെഫിനിഷനായിട്ട് അദ്ദേഹം പറയും. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ദാറ്റ് ശ്രീനിവാസ് യൂസ്ഡ്. സോ ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ഇൻ ദാറ്റ് same sentence itself. Sanskritization is a process by which a lower caste or tribe or any other group changes its customs, rituals, ideology, and way of life in the direction of a higher or more often twice born caste. ഇപ്പോൾ തന്നേക്കാൾ 2 or 3 പടി മുകളിൽ നിൽക്കുന്ന ഒരു കാസ്റ്റിനെ അനുകരിച്ച് ലോവർ കാസ്റ്റിലെ ആളുകൾ എന്ത് ചെയ്യുന്നു? അവരുടെ റിച്വൽസ്, കസ്റ്റംസ്, അവരുടെ ട്രഡീഷണൽ പല കാര്യങ്ങളും അവർ മാറ്റി അപ്പർ ക്ലാസ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ തുടങ്ങുന്നു. ആ ഒരു ഗ്രാജുവൽ ചേഞ്ചിനെയാണ് സംസ്കൃതൈസേഷൻ എന്ന ഡെഫിനിഷൻ അദ്ദേഹം കൊടുത്തത്. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ക്ലിയർ. Characterizations or characteristics of Sanskritization എന്താ നോക്കാം. The process of imitation in Indian society. ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള മറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഇമിറ്റേഷൻ ദാറ്റ് വി ഡു, അത് നമ്മൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നതാണ് അല്ലേ. നമ്മളെക്കാളും മുമ്പിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ പല ആളുകളും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ ഡ്രസ്സിങ് സ്റ്റൈലായാലും അവർ ചെയ്യുന്ന രീതികളാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. സോ ദാറ്റ് പ്രോസസ് ഓഫ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ സംസ്കൃതൈസേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. രണ്ടാമത്തേത് പ്രോസസ് ഓഫ് കൾച്ചറൽ ചേഞ്ച് ടുവേർഡ് ട്വൈസ് ബോൺ കാസ്റ്റ്. അപ്പം ഇമിറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മുകളിലേക്കായിരിക്കും. അതായത് ഒരിക്കലും ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കാസ്റ്റിലെ ആൾ അവരെക്കാളും ഹയറാർക്കിയിൽ താഴെ നിൽക്കുന്ന ഒരു കാസ്റ്റിനെ അനുകരിക്കാൻ ശ്രമിക്കില്ല. അതിപ്പം എത്ര യൂസ്ഫുള്ളായ കാര്യമാണെങ്കിലും അങ്ങനെ ആ ഒരു ടെൻഡൻസി കുറവായിരുന്നു. യൂഷ്വലി എപ്പോഴും ടെൻഡൻസി പോകുന്നത് അവരെക്കാളും മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രിവിലേജ് കൂടുതലുള്ള ഒരു കാസ്റ്റിൻ്റെ രീതികൾ അനുകരിക്കാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. സോ അതൊരു ക്യാരക്ടറിസ്റ്റിക് ആണ്. മൂന്നാമത്തേത് സംസ്കൃതൈസേഷൻ പ്രോസസ് ഇസ് നോട്ട് ഓൺലി കൺഫൈൻഡ് ടു ദ കാസ്റ്റ് പീപ്പിൾ ഓഫ് ഹിന്ദു സൊസൈറ്റി,
ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് അമംഗ് ദ ട്രൈബൽ സൊസൈറ്റി. അപ്പോൾ ഹിന്ദു സൊസൈറ്റിയിൽ മാത്രമായിരുന്നില്ല, ട്രൈബ്സിൻ്റെ ഇടയിലും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതും ഒരു സംസ്കൃതൈസേഷൻ്റെ ഭാഗം തന്നെയാണ്. The concept of Sanskritization has also given rise to desanskritization. There are some instances in modern times, some of the higher caste are imitating the behavior pattern of lower caste, and for example, Brahmins have started taking meat and liquor. This process is called desanskritization. അപ്പം ഒരു ക്യാരക്ടറിസ്റ്റിക് സാൻസ്ക്രൈസേഷൻ്റെ എന്താണെന്ന് വെച്ചാൽ അത് ചില കേസസിൽ ഡീസാൻസ്ക്രൈസേഷനും കൂടി വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. അതായത് പല കേസസിലും ഇങ്ങനത്തെ ഒരു സാൻസ്ക്രൈസേഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അപ്പർ ക്ലാസ്സിലുള്ളവർ അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് ലോവർ ക്ലാസ്സിൻ്റെ ചില സവിശേഷതകൾ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന ചില ക്വാളിറ്റീസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർ അനുഭവിച്ചിരുന്ന ചില ഫ്രീഡംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനത്തെ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാവൂ എന്നുള്ള റെസ്ട്രിക്ഷൻസിൽ നിന്ന് അവർ തന്നെ മാറ്റാൻ ശ്രമിച്ചു. അപ്പം ബ്രാഹ്മിൻസ് നോൺ വെജ് കഴിക്കാൻ പാടില്ല, പക്ഷേ ഡീസാൻസ്ക്രൈസേഷൻ എന്നൊരു കോൺസെപ്റ്റും കൂടി അന്നേരം നിലവിൽ വന്നു. കാരണം മറ്റുള്ളവർക്ക് സാൻസ്ക്രൈസേഷൻ ചെയ്യാമെങ്കിൽ നമുക്ക് ഡീസാൻസ്ക്രൈസേഷൻ നടക്കാം എന്നുള്ള റിബല്യസ് മൂവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. സോ ദാറ്റ് ഈസ് ഓൾസോ ആക്ച്വലി എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സംസ്കൃതൈസേഷൻ. ഓക്കെ, ഇനി ഇഫക്ട്സ് ഓഫ് സംസ്കൃതൈസേഷൻ നമുക്ക് നോക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് സമൂഹത്തിൽ ഇത് കാരണം ഉണ്ടായത്? സോഷ്യൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ the low caste individuals are inclined towards Sanskritization because in that way they can elevate their social status and get higher status in caste. അപ്പോൾ സോഷ്യൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ അവർക്ക് കൂടുതൽ അംഗീകാരം കിട്ടും, അല്ലെങ്കിൽ സ്റ്റേറ്റസ് വൈസ് അവർ കുറച്ചും കൂടി ഉയരും, കാസ്റ്റ് ലെവലിൽ അവരിപ്പോൾ നിൽക്കുന്നതിനേക്കാളും മുമ്പോട്ട് വരും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ വിസിബിളും ആയിരുന്നു. സോ ആ ഒരു ചേഞ്ച് സംസ്കൃതൈസേഷൻ കാരണം ഉണ്ടായി. So that is one effect. Second one is economic aspect. നോക്കുകയാണെങ്കിൽ the lower caste people have given up uncleaned occupation and to raise the economic status because clean trades are a symbol of social light. അപ്പം സൊസൈറ്റിയിൽ വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള ജോലികൾ മാത്രം അവർ ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ആ സമയത്ത് ആളുകൾ കുറഞ്ഞു കണ്ടിരുന്ന ജോലികൾ, ഇപ്പം തെങ്ങ് കയറുക, അല്ലെങ്കിൽ അങ്ങനത്തെ സുവേജ് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കുറേ ജോലികൾ അൺക്ലീൻഡ് ഓക്യുപ്പേഷനായിട്ട് കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ജോലികളൊക്കെ നിർത്തി കുറച്ചും കൂടി ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ജോലിയിലേക്ക് എക്കണോമിക് സ്റ്റാറ്റസും വളർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതും ഒരു ചേഞ്ച് സൊസൈറ്റിയിൽ കൊണ്ടുവന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ എഫക്റ്റ് ഓഫ് സംസ്കൃതൈസേഷൻ. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും, പക്ഷേ ദാറ്റ്സ് എ ചേഞ്ച് ദാറ്റ് ഹാപ്പൻഡ്. നെക്സ്റ്റ് ഇസ് റിലീജിയസ് ആസ്പെക്റ്റിൽ എന്ത് ചേഞ്ച് വന്നു നമുക്ക് നോക്കാം. ലൈക്ക് ബ്രാഹ്മിൻ, മെനി ഓഫ് ദ ലോവർ കാസ്റ്റ് പീപ്പിൾ put out sacred thread. They also go to the temple regularly and perform aartis and bhajans. They have left prohibited food and uncleaned occupation. Even they have specialized in performing ceremonies like Brahmins. അപ്പോൾ ബ്രാഹ്മിൻസ് ചെയ്യുന്ന പോലെ അമ്പലത്തിൽ പോകാൻ തുടങ്ങി, പൂജകൾ നടത്താൻ തുടങ്ങി, അവരിടുന്ന പോലെ ത്രെഡ്, പൂജിച്ച ചരട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള അനുകരണങ്ങളും അവർ ചെയ്യാൻ തുടങ്ങി, believing that they will get certain status in society. അപ്പോൾ അതൊരു റിലീജിയസ് ആസ്പെക്റ്റ് പരമായിട്ടുള്ള വന്ന വ്യത്യാസവും അതുതന്നെയാണ്. അതായത് പണ്ടൊരു കാലത്ത് ഇന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ പെർമിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അത് മാറി. സോ ആ ഒരു റിലീജിയസ് ആസ്പെക്റ്റിലും ഇമ്പാക്റ്റ് ഉണ്ടായി ഡ്യൂ ടു സാൻസ്കൃതൈസേഷൻ. നെക്സ്റ്റ്, ക്രിട്ടിക് ഓഫ് സാൻസ്കൃതൈസേഷൻ. അപ്പോൾ ഈ സാൻസ്കൃതൈസേഷൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ മാറ്റങ്ങൾ വന്നു, പക്ഷെ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൽ പല ക്രിട്ടിക്സ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഇഗ്നോറിങ് മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്റ്റ്. അപ്പം ആളുകൾ ശരി, ഞാൻ ഈ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനു പോയി, ലൈക്ക് വൈറ്റ് കോളർ ജോബ്സ് അല്ലെങ്കിൽ ടെമ്പിൾ റിലേറ്റഡ് ജോലിക്ക് മാത്രം പോയി. ഓക്കെ, ദേ സ്റ്റാർട്ടഡ് living uncleaned jobs, so-called uncleaned jobs, and they started doing only divine jobs, but they ignored the wealth and the occupational growth. അപ്പോൾ അവർ ആ ജോലി ചെയ്തിരുന്നപ്പോൾ അവർക്ക് കൃത്യമായ വരുമാനം കിട്ടിയിരുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു, പക്ഷേ
ഇവർ ഡിവൈൻ ജോബ്സ് നോക്കി പോയപ്പോഴത്തേക്ക് അവർ അവസരങ്ങൾ കുറഞ്ഞു, വരുമാനം കുറഞ്ഞു. പക്ഷേ സൊസൈറ്റിയിൽ ശരിയാണ്, ഞങ്ങൾ ക്ലീൻ ജോബ്സ് മാത്രം ചെയ്യുന്നു എന്നുള്ളൊരു പേര് വന്നെങ്കിലും അവർ മെറ്റീരിയലിക് ആസ്പെക്റ്റ് മറക്കാൻ തുടങ്ങി. അത് അവരെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. സെക്കൻഡ് വൺ, റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് കാസ്റ്റ് ഹയറാർക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത ആളുകളിൽ എന്ത് കൂടുതൽ സ്ട്രോങ് ആക്കി? കാസ്റ്റ് സിസ്റ്റത്തിനെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി. അതായത് ലോവർ കാസ്റ്റ് ഹയർ കാസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നും അത് ആളുകളിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു മെസ്സേജും സൊസൈറ്റിയിൽ വന്നു. കാരണം ലോവർ കാസ്റ്റ് പീപ്പിൾ ആർ ട്രൈയിങ് ടു ബിക്കം ഹയർ കാസ്റ്റ് ബൈ imitating them, which means they are not happy with their current caste system or whatever it is. So അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. Third one is gender bias. So most of the times we know that in higher upper class society, women were not supposed to come out in front of people, or they have certain restrictions inside their house. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻസ് ലോവർ കാസ്റ്റിൽ കുറവായിരുന്നു കമ്പയർഡ് ടു അപ്പർ കാസ്റ്റ്. പക്ഷേ സിൻസ് പീപ്പിൾ സ്റ്റാർട്ടഡ് ഇമിറ്റേറ്റിംഗ്, ആളുകൾ ഇങ്ങനെ അപ്പർ ക്ലാസ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം സ്ത്രീകൾക്കുള്ള പല റൈറ്റ്സും അവിടെ കുറയാനും തുടങ്ങി. സോ ജെൻഡർ ബേസിസിൽ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. And the last one is limited scope. Most of the time these kind of discrimination happened, or the tendency happened only in the Hindu society. I mean, it was seen in other society as well, but mostly this was seen in Hindu religious society only. So ആ ഒരു സ്കോപ്പും ഭയങ്കര ലിമിറ്റഡ് ആണ് സെൻസിറ്റൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് സെൻസിറ്റൈസേഷൻ. ഇലസ്ട്രേഷൻസ് ഓഫ് സാൻസ്ക്രൈസേഷൻ. അപ്പോൾ സാൻസ്ക്രൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പം ദ നാഡാസ് ഓഫ് തമിഴ്നാടും പറയാം, ദ ഈഴവാസ് ഓഫ് കേരളയും പറയാം. അപ്പോൾ ദ നാഡാസ് ഓഫ് തമിഴ്നാടു ദേ വേ ഒറിജിനലി ലോവർ കാസ്റ്റ് പീപ്പിൾ. അവർ ഈ തെങ്ങ് ചെത്തുകാരും ടോഡി ടാപ്പിങ്ങും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരുന്നു. ബട്ട് അവർ ബ്രാഹ്മണിക്കൽ പ്രാക്ടീസസ് ചെയ്യാൻ തുടങ്ങി. അവർക്കായി അമ്പലങ്ങൾ തുടങ്ങി, ബ്രാഹ്മിൻസിനെ പോലെ പൂജകൾ നടത്താനൊക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു കാസ്റ്റിൽ അവർക്കൊരു ചെറിയ വേരിയേഷനും അപ്പർ സ്റ്റേറ്റസും കിട്ടാൻ തുടങ്ങി. സോ ദാറ്റ്സ് അബൌട്ട് നാഡാസ്. ആൻഡ് ദ ഈഴവാസ് ആർ സിമിലർലി a lower caste community in Kerala. They started adopting Sanskritization as a strategy for upward social mobility. They established their own temples and schools and adopted Brahmanical rituals and practice. അപ്പം പണ്ട് അവർക്ക് ആ ഒരു സ്കോപ്പ് ഇല്ലായിരുന്നു, പക്ഷേ അവരും സംസ്കൃതൈസേഷൻ്റെ ഭാഗമായിട്ട് അമ്പല പൂജകളും അങ്ങനെ സ്വന്തമായ അമ്പലങ്ങളും പണിയാനൊക്കെ തുടങ്ങി, സ്കൂളുകൾ പണിയാൻ തുടങ്ങി ഡെഡിക്കേറ്റഡ് ടു ദിയർ പെർട്ടിക്കുലർ കാസ്റ്റ് സിസ്റ്റം. സോ അങ്ങനെ അവർക്കും സൊസൈറ്റിയിലും കാസ്റ്റ് ബേസ്ഡും ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ തുടങ്ങി ഡ്യൂ ടു സാൻസ്ക്രൈസേഷൻ. സോ ഈ രണ്ട് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ആൻഡ് യു ക്യാൻ എക്സ്പ്ലെയിൻ മോർ അബൌട്ട് ഇറ്റ് ഇൻ യുവർ എക്സാംസ് ആൻഡ് അസൈൻമെൻറ്റ്സ്. While Sanskritization has been a significant process in understanding social mobility in Indian society, it has its limitation. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം, ഇറ്റ് ടെൻസ് ടു റീഇൻഫോഴ്സ് എക്സിസ്റ്റിംഗ് സോഷ്യൽ ഹയറാർക്കി ആൻഡ് ഇൻഇക്വാലിറ്റീസ് റാദർ ദാൻ ചാലഞ്ചിങ് ദം. Moreover, the focus on cultural aspect often overlooks the materialistic realities of social mobility. Therefore, a comprehensive understanding of social mobility in India requires a nuanced approach that goes beyond Sanskritization. അപ്പോൾ സാൻസ്ക്രൈസേഷന് നമ്മുടെ സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇന്നും അത് റെലവൻ്റ് ആണ് അല്ലേ? നമ്മൾ പല ഓൺലൈൻ വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലേ. നമ്മൾ ഒരു റോയൽ ഫാമിലിയെ കാണുമ്പോഴൊക്കെ ആളുകളുടെ ആ ഒരു പെരുമാറ്റം എങ്ങനെയാണ്? ബിക്കോസ് പീപ്പിൾ ഡീപ്പ് ഇൻസൈഡ് ഹാവ് ദ ടെൻഡൻസി ടു എനാക്ട് ദം ഓർ ഇമിറ്റേറ്റ് ദം. അപ്പോൾ ആ ഒരു നോക്കിക്കാണൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ആ ഒരു ടെൻഡൻസി ഇപ്പോഴും ഉണ്ട്. പക്ഷേ സെൻസിറ്റൈസേഷൻ എത്ര ഇമ്പാക്റ്റ്ഫുൾ ആണോ അതുപോലെ തന്നെ പല പ്രാവശ്യം അവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ മറക്കുന്നു. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതിൻ്റെ നെഗറ്റീവ് പോയിൻറ്റ്സ് ഇല്ലേ, റിയലിസ്റ്റിക് കാര്യങ്ങൾ. അതായത് നമ്മൾ ആ പെർട്ടിക്കുലർ ജോലി ചെയ്യുമ്പോൾ ഏൺ ചെയ്തിരുന്നത് ചിലപ്പോൾ നമ്മൾ കാസ്റ്റിൻ്റെ പുറയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഹയർ കാസ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നഷ്ടമാവുന്നത് ചിലപ്പം ഡെയിലി വേജസ് ആയിരിക്കും, നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനമായിരിക്കും നഷ്ടപ്പെടുക. സോ അങ്ങനത്തെ മെറ്റീരിയലിസ്റ്റിക്കും ലോജിക്കൽ പരമായ കാര്യങ്ങൾ പലപ്പോഴും സംസ്കൃതൈസേഷൻ്റെ ഭാഗമായിട്ട് ആളുകൾ മറന്നു പോകുന്നു. ഓക്കെ, സോ ഇന്ത്യൻ സൊസൈറ്റിയിലെ സോഷ്യൽ മൊബിലിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ സംസ്കൃതൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അതിലും മുകളിൽ
ഉള്ളൊരു ലെവലിൽ വേണം ചിന്തിക്കണം എന്നാണ് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നൊരു പോയിന്റ്. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ക്ലിയർ. ഇറ്റ്സ് എ സിമ്പിൾ ടോപ്പിക് ആക്ച്വലി. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു, ആരാ ടേം ചെയ്തതെന്ന് പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അത് ഏതൊക്കെ മേഖലയിൽ, സോഷ്യൽ ഇമ്പാക്റ്റ്, റിലീജിയസ് ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ക്രിട്ടിക്സ്, നെഗറ്റീവ് സൈഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു, എക്സാമ്പിൾസ് ആയിട്ട് നാടാറും ഈഴവാസിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. പിന്നെ കൺക്ലൂഷനായിട്ട് ഇതെന്താണ് സൊസൈറ്റിയിൽ കൊണ്ടുവരുന്ന ചേഞ്ചസിനെ പറ്റി നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്തു. സോ ഇത്രയും മതി. പക്ഷേ ഇത് നിങ്ങൾ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. പക്ഷേ ഈ പോയിൻറ്റ്സ് ഒന്നും മിസ് ചെയ്യാതെ എഴുതി നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. Okay, if you have any doubt, please do mention in the comment box. So thank you for watching. If you have any new topics that you want me to discuss, please comment down, and please do like, share and subscribe and support this channel. Thanks.